ഞാൻ പറഞ്ഞല്ലോ എനിക്കും ഇതിലായിട്ടും അങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ. ഷാസം അങ്ങനെ ഒരാളെ ആക്ഷേപിച്ച ഒരു വീഡിയോ ചെയ്തതായിട്ട് ഞാൻ ഇതിലായിട്ടും കണ്ടിട്ടില്ല. പിന്നെ പുള്ളി പറയുന്നത് പെയ്ഡ് പ്രൊമോഷൻ ആണ്, പുള്ളിയുടെ ഒരു ക്രെഡിബിലിറ്റി കളയാൻ വേണ്ടി കുറെ ആളുകൾ വന്ന് ഇങ്ങനെ മോശമായിട്ട് നീ എന്തിനാണ് അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ച് കമന്റ് ഇടുന്നു എന്നുള്ളൊരു കാര്യമാണ് ഷാസം പറഞ്ഞു വെക്കുന്നത്. ഷാസം അതിനെ ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കലും ഷാസം മോശമായിട്ടുള്ളൊരു കാര്യമൊന്നും അവിടെ വലുതായിട്ട് പറഞ്ഞതായിട്ട് എനിക്ക് അതിനകത്ത് അത്ര വലിയ മോശം കാര്യമൊന്നും ഐ ഡോണ്ട് തിങ്ക് ലൈക്ക് ദാറ്റ്, അങ്ങനൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ആ ഒരു വേർഡ് യൂസ് ചെയ്തത്, പ്രോപ്പറായിട്ട് ആ വേർഡ് യൂസ് ചെയ്തത് അതിന്റെ ആവശ്യമില്ലായിരുന്നു. എന്റെ പെർസ്പെക്റ്റീവ് കേട്ടോ. യൂട്യൂബർ ഷസാം, ഈ വീഡിയോ കാണുന്ന ഒരു 98% ആളുകൾക്കും ഈ ഷസാം എന്ന് പറയുന്ന വ്യക്തിയെ അറിയാമായിരിക്കും. 3 യൂട്യൂബ് ചാനൽസ് ഉണ്ട്, ലൈഫ് ഓഫ് ഷസാം, കോൾ മീ ഷസാം വൈൻസ് ആൻഡ് ഇപ്പോ ആശാൻ ദുബായിലാണ്. സോ ദുബായിൽ ചെന്നതിന് ശേഷം ഡെയിലി വ്ളോഗിന് വേണ്ടിയിട്ട് അൽ ഷസാം എന്ന് പറയുന്ന ഒരു ചാനലും കൂടെ ഉണ്ട് ഇപ്പൊ ആശാന്. ആൻഡ് ഇന്നലെ ഷസാമിന്റെ ഒരു ചാനലിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയുടെ ഒരു ചെറിയ റിയാക്ഷൻ ആണ് എന്റെ ഈ ഒരു വീഡിയോ. അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറയാം. ലൈക്ക് ഐ എം എ ബിഗ് ഫാൻ ഓഫ് ഷസാം. പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി തെറ്റാണെങ്കിലും ഐ തിങ്ക് ലൈക്ക് ഹി ഡസന്റ് കെയർ അബൌട്ട് ദാറ്റ്. സോ വാട്ട് എവർ, ലീവ് ഇറ്റ്. ഞാൻ ഒരു നല്ല, എനിക്ക് ഷസാമിന്റെ മെയിൻലി ടെക് വീഡിയോസ് ഞാൻ വളരെ കുറവാണ് കാണുന്നത്. പക്ഷേ സിനിമ റിവ്യൂസ്, മൂവി റിവ്യൂസ് ഷസാമിന്റെ ഏറ്റവും മോനെ നല്ല കാലക്കൻ ഊക്കൂക്കേണ്ട സ്ഥലത്ത് ഊക്കൂക്കി തന്നെ പറയുന്ന ഒരു കലക്കനൂർ റിവ്യൂവർ ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. കോക്കിന്റെ ഞാൻ കാണാറുണ്ട്, പിന്നെ ഞാൻ ഷസത്തിന്റെ കാണാറുണ്ട്. ലൈക്ക് കൂടുതലായിട്ടുള്ള ലൈക്ക് ഹോളിവുഡ് മൂവീസിനെ പറ്റിയൊക്കെ കൂടുതൽ സംസാരിക്കുന്ന ഒരു റിവ്യൂവർ മലയാളത്തിൽ എനിക്ക് തോന്നുന്നു ഉണ്ടെന്ന് തോന്നുന്നു വേറെ ആളുകൾ. പക്ഷെ ഞാൻ ഇടയ്ക്ക് കാണാറുണ്ട് ഷസാത്തിന്റെ. ആൻഡ് ഐ ലൈക്ക് ഹിസ് വേ ഓഫ് പ്രസന്റേഷൻ. അടിപൊളി പ്രസന്റേഷൻ ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. ആൻഡ് അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ അണ്ണന്റെ ഇന്നലെ ചാനലിൽ ഒരു വീഡിയോ ഞാൻ കണ്ടു. അപ്പൊ എനിക്ക് അതൊന്ന് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി. ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ബ്രോ, നിങ്ങൾ കാണുമോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയില്ല. ബട്ട് ഇഫ് യു ആർ വാച്ചിങ് ഇറ്റ്, ലൈക്ക് ഡോണ്ട് ഫീൽ ബാഡ് വെൻ ഐ ആം സേയിങ് ദിസ്. ലൈക്ക് നിങ്ങളുടെ ഒരു വീഡിയോ എടുത്തു വെച്ച് അതിനെ എന്താണ്, നിങ്ങൾ പറഞ്ഞ കുറച്ച് കാര്യത്തോട് എനിക്ക് യോജിക്കാനും പറ്റി, എന്നാൽ കുറച്ച് കാര്യത്തോട് യോജിക്കാനും പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യുന്നത്. ആൻഡ് നിങ്ങളുടെ വീഡിയോയിൽ കുറച്ച് ക്ലിപ്സ് എടുത്ത് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഐ തിങ്ക് യു ആർ എ ഗുഡ് ചാം. നിങ്ങൾ സാധാരണ ഞാൻ ബാക്കിയുള്ള ആളുകളുടെ വീഡിയോ എടുത്ത് ഇവിടെ വെച്ച് പ്ലേസ് ചെയ്ത് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് എനിക്കൊരു ഫിയർ ഉണ്ട്, മാർക്ക് എങ്ങാണോ ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പണി തരും, കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അടിച്ചു തരുമെന്ന്. ബട്ട് നിങ്ങളുടെ കാര്യത്തിൽ എനിക്ക് ആ ഒരു ഫിയർ ഇച്ചിരി കുറവാണ്. നിങ്ങൾ നേരത്തെ പറഞ്ഞ കണക്ക് ഐ തിങ്ക് ലൈക്ക് യു ആർ എ ഗുഡ് ചാം. നിങ്ങൾ അത് നല്ല സെൻസിലേ എടുക്കുള്ളൂ എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ പണിയൊന്നും തരരുത് കേട്ടോ അണ്ണ. അപ്പൊ എന്തായാലും ഐ നീഡ് ടു ടോക്ക് അബൌട്ട് ദാറ്റ് വീഡിയോ. അതിനകത്ത് ഷസത്തിന്റെ, ഞാൻ പറഞ്ഞു എനിക്ക് റിവ്യൂസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ ഷസാം ചെയ്ത ഒരു റിവ്യൂ മാത്രം ലൈക്ക് എനിക്കത് അത്രയും കൊണ്ട് എന്ത് പറ്റി, ഷസാം എന്താ ഇങ്ങനെ പറഞ്ഞു എന്നുള്ളൊരു തോട്ട് വന്ന ഒരു മൂവി ഉണ്ട് ഈ അടുത്തിറങ്ങിയതിനകത്ത്. കുറെ പേർക്ക് മനസ്സിലായി കാണുമായിരിക്കും. സോ വാട്ട് എവർ, ആ ഒരു മൂവിയും ഇന്നലെ ഷസാമിന്റെ വീഡിയോയിൽ ഷസാം അതിനെപ്പറ്റിയും ഒരു ചെറിയ കാര്യം പറഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അതാണ് എനിക്ക് കുറച്ചും കൂടെ എന്നാ പിന്നെ ഈ വീഡിയോ ഒന്ന് റിയാക്ട് ചെയ്തേക്കാം എന്ന് എനിക്ക് തോന്നിയത്. ആ ഒരു മൂവിയുടെ കാര്യത്തിലൊക്കെ ഷസാം പറയുന്നതിനകത്ത് ഞാൻ ഷസാമിന്റെ കൂടെ തന്നെ നിൽക്കും കേട്ടോ. അതൊക്കെ പുള്ളിയുടെ ഇഷ്ടമാണ്. പക്ഷെ യോജിക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. അത് ഞാനൊന്ന് റിയാക്ട് ചെയ്യാണ്. ഇന്നലത്തെ ആ ഒരു വീഡിയോ ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആൻഡ് ഞാൻ വീണ്ടും പറയുന്നു, പുള്ളിയുടെ ഒരു വീഡിയോയിലെ കുറച്ച് കാര്യങ്ങൾ മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അത് ഞാനിവിടെ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. എന്ന് വെച്ചിട്ട് എനിക്ക് ആ വ്യക്തി ഇഷ്ടമല്ല എന്ന് ഒരാളും വിശ്വസിക്കാൻ പോണ്ട, അല്ലെങ്കിൽ വിചാരിക്കാൻ പോണ്ട. ലൈക്ക് ഞാൻ നാളെയും ഷസാം ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു വീഡിയോ എനിക്ക് ആരും അയച്ചു തന്നിട്ട് റിയാക്ട് ചെയ്യാൻ പറഞ്ഞൊന്നുമല്ല. ഞാൻ ആ വ്യക്തിയുടെ സബ്സ്ക്രൈബർ ആണ്, ഞാൻ കാണാറുണ്ട് ആ പുള്ളിയുടെ വീഡിയോസ് ഒക്കെ. അങ്ങനെ ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഈ വീഡിയോ ഒന്ന് റിയാക്ട് ചെയ്യാൻ തോന്നിയതാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ ഇവിടെ നിന്ന് കാണിച്ചു തരാം, എന്നിട്ട് നമുക്ക് അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. കഴിഞ്ഞ ദിവസം ഒരു സ്റ്റോറി ഇട്ടേ നമ്മുടെ നാഗാർജുനേര മറ്റേ മോൻ്റെ കല്യാണത്തിന് മറ്റേ ഇതായാലും എൻഗേജ്ഡ് ആയാലും ശോഭിതയായിട്ട്. അപ്പോൾ എൻ്റെ സ്റ്റോറി ഇങ്ങനെയാണ്. യവൻ ആരാടാ എന്നാണ് ആരാടി എന്നായി പോയി. യവൻ ആരാടാ, ഫസ്റ്റ് സമാന്ത, ഇപ്പൊ ശോഭിത. അത്രയ്ക്ക് റിസ്ക് പ്രോ മാക്സ് ആണോ യവന്, അതായത് അത്രയ്ക്കും ചാമിങ് ആണോ യവൻ എന്നാണ് ആ ചോദിച്ചതിൻ്റെ ഇത്. ഇതിലെവിടെയാണ്, നിങ്ങൾ തന്നെ പറ, ഇതിലെവിടെയാണ് ഞാൻ നാഗാർജുനേരെ മോനെ മോശം പറഞ്ഞത്, അല്ലെങ്കിൽ അവരെ മറ്റേ കിടപ്പറയുടെ ഇടയിൽ കൂടെ ഞാൻ പോയി നോക്കിയത്? ആദ്യം അവൻ സമാന്തയെ കല്യാണം കഴിച്ച് ഡിവോഴ്സ് ചെയ്തു. ഇതാണ്ട് ഇപ്പം അടുത്ത ഒരു ഹാർട്ട് റോബായ ശോഭിതയെ എൻഗേജ് ചെയ്തു. അത്രയ്ക്കും റിസ്ക് ആണോ? അതായത് റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റിസ്ക് എന്ന് പറഞ്ഞാൽ വല്ല തള്ളക്കി വിളിയാണെന്നായിരിക്കും വിവരമില്ലാത്തവന്മാർ വെച്ചോണ്ടിരിക്കണം. റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാമിങ്, അട്രാക്റ്റീവ്
എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു പുതിയ വേർഡാണ് ഇറിസ് എന്ന് പറയുന്നത്. അത്രയ്ക്കും അട്രാക്റ്റീവ് ആണോ ഇവൻ? അതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് കേട്ടോ ഞാൻ ഇട്ടേക്കണത്, ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അപ്പോ അണ്ണ ലൈക്ക് ഐ ഹാവ് എ ഡൗട്ട്. ഇവിടെ അട്രാക്റ്റീവ് ആയിട്ട് ആ വ്യക്തി, നിങ്ങൾ കുറെ പേര് അറിഞ്ഞു കാണുമായിരിക്കില്ല, നമ്മുടെ നാഗാർജുനയുടെ മകൻ നാഗചൈതന്യ ഓൾറെഡി സമാനത്തെ കല്യാണം കഴിച്ചു, അവര് ഡൈവോഴ്സ് ആയി. അതിനുശേഷം ഈ കഴിഞ്ഞ ദിവസം വേറൊരാളായിട്ട് ശോഭിത എന്ന് പറയുന്നൊരു ആളുമായിട്ട് എൻഗേജ്ഡ് ആയി. അപ്പോ അതുമായിട്ട് സംബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ ജസം ബ്രോ ഒരു പോസ്റ്റ് ഇട്ടത്. ഈ ഫോട്ടോ ഇട്ടിട്ട് ചോദിച്ചു അവൻ അത്ര ചാമിങ് ആണോ റിസ് ആണോ എന്ന് ചോദിച്ചപ്പം ആളുകൾക്ക് മനസ്സിലായി കാണില്ല എന്നാണ് ആളിയാൻ പറയുന്നത്. സോ വാട്ട് എവർ, ലൈക്ക് ചാമിങ് ആണോ, നമുക്ക് അങ്ങനെ തന്നെ പറയാം എല്ലാവർക്കും മനസ്സിലാവാനായിട്ട്. ഓക്കെ, സോ ചാമിങ് ആണോ എന്ന് ചോദിച്ചിട്ട് നമ്മുടെ ഷാസാം ബ്രോ ഒരു പോസ്റ്റ് ഇട്ടു എന്നാണ് ഷാസാം ബ്രോ പറയുന്നത്. ഷാസാം ബ്രോ അപ്പം ലൈക്ക് മൈ ക്വസ്റ്റ്യൻ ഈസ് ദിസ്, ചാമിങ് ആയവർക്ക് മാത്രമേ ഇവിടെ രണ്ടാമത് കല്യാണം കഴിക്കാൻ പാടുള്ളൂ എന്നുണ്ടോ? ഇല്ലെങ്കിൽ ചാമിങ് ആയവര് മാത്രമേ ഇവിടെ കല്യാണം കഴിക്കാൻ പാടുള്ളൂ എന്ന് വല്ലതും ഉണ്ടോ? എനിക്ക് തോന്നുന്നില്ല. സോ യുവർ ക്വസ്റ്റ്യൻ വാസ് റോങ്. അതിനകത്ത് വേറെ മിസ്റ്റേക്ക് ഒന്നും നിങ്ങൾ തെറി പറയുകയോ മോശം പറഞ്ഞോ ഒന്നുമില്ല. ഞാൻ അങ്ങനെ പറയില്ല, വിവരക്കേടുകൾ അത് വേണമെങ്കിൽ ഒന്ന് പറയും. ഐ എം നോട്ട് ഗോയിങ് ടു സേ ലൈക്ക് ദാറ്റ്. പക്ഷേ ആ ക്വസ്റ്റ്യനകത്ത് ഒരു പ്രശ്നമുണ്ട് ബ്രോ. നിങ്ങൾ ചോദിച്ചത് ആ ഒരു പോസ്റ്റ്, ആ ഒരു ഫോട്ടോ ഇട്ടിട്ട് രണ്ടാമത് ഈ ഒരു ആളെ കല്യാണം കഴിക്കാൻ എന്താ അത്ര വലിയ ചാമിങ് ആണോ അവൻ അത്ര വലിയ ഇതാണോ എന്നുള്ള രീതിയിലുള്ളൊരു ചോദ്യം തെറ്റാണ്. കാരണം ചാമിങ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഇവിടെ കല്യാണം കഴിക്കാൻ പാടൂ, രണ്ടാമത് കല്യാണം കഴിക്കാൻ പാടൂ എന്നൊന്നും ഇല്ല. അങ്ങനെ ഒരു കോൺസെപ്റ്റേ ഇല്ല. സോ യുവർ ക്വസ്റ്റ്യൻ വാസ് റോങ് ഇൻ ദാറ്റ്. ഒരിക്കലും അങ്ങനെ ചോദിക്കരുതായിരുന്നു ഒരു ചോദ്യം. ചാമിങ് ആണോ അല്ലയോ, അവൻ രണ്ടാമത് എന്ത് തേങ്ങയ്ക്കാണ് വീണ്ടും കെട്ടുന്നത് എന്ന് പച്ചയ്ക്ക് ചോദിച്ചായിരുന്നെങ്കിൽ അതിനകത്തൊരു കുഴപ്പമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് നിങ്ങൾ തന്നെ ഈ വീഡിയോയുടെ ലാസ്റ്റ് നിങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ ഈ ചോദിക്കുന്നതാണ് ഇവിടെ ട്രോളന്മാരും എല്ലാവരും എടുത്ത് കൊടുക്കും. എല്ലാവരും ചോദിക്കുന്ന ചോദ്യം തന്നെയാണ് നിങ്ങൾ ചോദിക്കുന്നത്. തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആ ചോദ്യത്തിനകത്തുള്ള ആ ഒരു ചാമിങ് എന്ന് പറയുന്ന ഒരു വേർഡ്, അത് കുറച്ച് എൻ്റെ പെർസ്പെക്റ്റീവ് ആണ് ബ്രോ. ലൈക്ക് കാണുന്നവരോടും ആണെങ്കിൽ എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ എനിക്കതൊരു ഇച്ചിരി തെറ്റുള്ളതായിട്ട് എനിക്ക് തോന്നി. കാരണം ആ വേർഡ് അവിടെ ആവശ്യമില്ല. ചാമിങ് ആയിട്ടൊരു അത്രയ്ക്ക് ചാമിങ് ആണോ അവൻ വീണ്ടും കെട്ടാൻ? ദാറ്റ്സ് എ റോങ് തിങ് വാട്ട് യു ഹാവ് ഡൺ. അതൊരു തെറ്റായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ഒരാളോട് ഇപ്പൊ ചാമിങ് ആയിട്ടുള്ള, ഞാൻ നേരത്തെ ചോദിച്ച കണക്ക് തന്നെ, ചാമിങ് അല്ലാത്ത ഒരാൾക്ക് രണ്ടാമത് കെട്ടിക്കൂടെ? ചാമിങ് അല്ലാത്ത ഒരാളാണ് ഇപ്പം നാഗചൈതന്യ എന്ന് പറയുന്ന ഒത്തിരി അത്ര ചാമിങ് ഒന്നും അല്ല. അപ്പൊ രണ്ടാമത് ഇവൻ ഇതേ കണക്ക് തന്നെ എൻഗേജ്ഡ് ആവുമ്പോഴത്തേക്ക് ബ്രോ എന്തിടുമായിരുന്നു സ്റ്റാറ്റസ്? ലൈക്ക് ഇത്ര ചാമിങ് അല്ലാത്ത ഇവൻ എന്തിനാണ് രണ്ടാമത് വീണ്ടും കെട്ടുന്നത്? അല്ലെങ്കിൽ എങ്ങനെ വീണ്ടും പെണ്ണ് കെട്ടി? ഇങ്ങനെ നമുക്ക് ചോദിക്കാൻ പറ്റില്ലല്ലോ. പറ്റുമോ? ഇല്ല. സോ എന്തോ ലൈക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും മനസ്സിലായി, ശ്വസം ബ്രോയ്ക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എനിക്ക് ഇത് കൂടുതൽ അതിനെ പറഞ്ഞ് ഫലിപ്പിക്കാൻ അറിയില്ല. എന്റെ മിസ്റ്റേക്ക് ആണെങ്കിൽ ഐ ആം സോറി. ബട്ട് ഒരു മിസ്റ്റേക്ക് അതിനകത്ത് എനിക്ക് ഫീൽ ചെയ്തു, ഞാനത് പറഞ്ഞു. ഇനിയും ബ്രോ പറയുന്ന ബാക്കി നിങ്ങൾ കേൾക്കുക, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. ഇത് കണ്ട് ഞാൻ അങ്ങനെ ഇട്ടിട്ട് അങ്ങ് പോയി. പിന്നെ ഞാൻ നോക്കുമ്പോൾ ഒരുപാട് പെയ്ഡ് പ്രൊമോഷൻ മീം ചാനൽസ് ഇതിനെ ഇങ്ങനെ കട്ടൊക്കെ ചെയ്തിട്ട് എന്തോ ഇവൻ അയൽക്കാരുടെ വീട്ടിലെ എന്താ അമ്മാവനാണ്, ഇവൻ എന്താണ് ഇങ്ങനെയാണ്, അത് മനഃപൂർവ്വം ഇങ്ങനൊരു സാധനം വരുത്തി തീർത്തിട്ട് എൻ്റെ ക്രെഡിബിലിറ്റി കളയുക. ഞാൻ പറയുന്നത് പൊട്ടത്തരമാണെന്ന് നാട്ടുകാർ. ബിക്കോസ് ഇപ്പം ഇത് നിങ്ങൾ കണ്ടാണല്ലോ, ഇതിൽ എനിക്ക് വളരെ മോശമായിട്ട് ഇപ്പം ഈ പയ്യൻ്റെ ഈ ഒരു സാധനം ഇവൻ ചോദിക്കുന്നത് എങ്ങനെ? അപ്പം ഇവൻ ഇങ്ങനെ തന്നെ, നാഗാസ് റിസ് ലെവൽ നീഡ്സ് ടു ബി സ്റ്റഡീഡ്, 104K ലൈക്സും 1290 ഇത് 34,000 റീപോസ്റ്റ്. ഇത് ഞാൻ ഒരു കോണ്ടന്റ് ആയിട്ട് മാറ്റിയില്ല, പക്ഷെ അതിന് പകരം ഒരു സ്റ്റോറി ഇട്ടപ്പോൾ ഇവന് കിട്ടുന്നത് അപ്രീസിയേഷനും എനിക്ക് കിട്ടുന്നത് മോശവും. നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ. ഇത് ഇപ്പോഴത്തെ കുറേ പെയ്ഡ് കാശ് കൊടുത്ത്, അത് സിനിമാക്കാരാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബിക്കോസ് സിനിമ പ്രൊമോട്ട് ചെയ്യുന്ന പേജിലാണ് ഈ ഒരു സാധനം വന്നിട്ട് കളിക്കുന്നത്. ഇത് ട്വിറ്ററിലോട്ട് വരും. ഇത് റെഡിറ്റ് എന്ന് പറഞ്ഞൊരു സാധനം, അവിടെ കുറേ എണ്ണം ഉണ്ട്, അവന്മാരിതിനെ ആഘോഷിക്കും. കാര്യമായിട്ടും പറയാണ്, ശോഭിതയെ ഡീഗ്രേഡ് ചെയ്യുന്ന രീതിയിലുള്ള മീംസ് ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് ട്വിറ്ററിൽ കയറി നോക്കിയാൽ ശോഭിത മോശം പറയുന്ന, ശോഭിതയെ മോശം പറയുന്നുണ്ട്, ഈ നാഗായ മോശം പറയുന്നവരുണ്ട്, സമാന്തയെ മോശം പറയുന്നുണ്ട്. അവരെയൊക്കെ പോയി പൂട്ടിയിടാ. അതെന്താ നീയൊക്കെ പൂട്ടാത്ത? ഞാൻ ഒരിക്കലും ഒരാളെ അങ്ങനെ അടച്ചാക്ഷേപിക്കും ഞാൻ ചെയ്യാറുമില്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്കും ഇതിലായിട്ടും അങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ. ഷാസം അങ്ങനെ ഒരാളെ അടച്ചാക്ഷേപിച്ച ഒരു വീഡിയോ ചെയ്തതായിട്ട് ഞാൻ ഇതിലായിട്ടും കണ്ടിട്ടില്ല. പിന്നെ പുള്ളി പറയുന്നത്
പെയ്ഡ് പ്രൊമോഷൻ ആണ്. പുള്ളിയുടെ ഒരു ക്രെഡിബിലിറ്റി കളയാൻ വേണ്ടി കുറെ ആളുകൾ വന്ന് ഇങ്ങനെ മോശമായിട്ട് നീ എന്തിനാണ് അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ച് കമന്റ് ഇടുന്നു എന്നുള്ളൊരു കാര്യമാണ് ഷാസം പറഞ്ഞു വെക്കുന്നത്. ഷാസം അതിന് ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കലും ഷാസം മോശമായിട്ടുള്ളൊരു കാര്യമൊന്നും അവിടെ വലുതായിട്ട് പറഞ്ഞതായിട്ട് എനിക്ക് അതിനകത്ത് അത്ര വലിയ മോശം കാര്യമൊന്നും ഐ ഡോണ്ട് തിങ്ക് ലൈക്ക് ദാറ്റ്, അങ്ങനൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ആ ഒരു വേർഡ് യൂസ് ചെയ്തത്, പ്രോപ്പറായിട്ട് ആ വേർഡ് യൂസ് ചെയ്തത് അതിന്റെ ആവശ്യമില്ലായിരുന്നു. ഇത് എന്റെ പെർസ്പെക്റ്റീവ് കേട്ടോ. ആ ഒരു ഇതിപ്പം ഷാസം എന്നോട് ചോദിക്കുകയാണ് നിങ്ങൾ ആരും കളിയാക്കത്തില്ലടാ, നിങ്ങളും അണ്ണാ ഞങ്ങൾ കളിയാക്കണ്ട. ഞാൻ പറഞ്ഞില്ലേ, ഷാസം തന്നെ എന്റെ ലാസ്റ്റ് പറയുന്നുണ്ട്, നിങ്ങൾ ഓഫ് കോഴ്സ് പുള്ളി ചോദിക്കുന്നുണ്ട് ലൈക്ക് നിങ്ങൾ ആരും ചെയ്യത്തില്ല, ഇവിടുത്തെ ട്രോളുകാരെടുത്ത് വെച്ചിട്ട് താങ്ങത്തില്ലേ അണ്ണാ, എല്ലാവരും ചെയ്യുന്നുണ്ട്, ഒരുത്തരും ഇവിടെ ചെയ്യാതിരിക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ ലൈക്ക് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഇരിക്കുകയാണെങ്കിൽ ഞങ്ങൾ ചിലപ്പോൾ പറയും ഇവര് വേറെ പണിയൊന്നും ഇല്ലടാ, അങ്ങനെ എന്താടാ ഇത്, ഇങ്ങനെയാണ് അവരൊക്കെ കിട്ടുവാടാ പെണ്ണ്, നമുക്കൊന്നും കിട്ടത്തില്ലടാ അണ്ണാ, ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മളെല്ലാം പറയും. പക്ഷെ ഇത് നമ്മുടെ ഒരു ഫ്രണ്ട് സർക്കിളിൽ നമുക്ക് പറയാം അണ്ണാ, നമുക്കൊരു ഫ്രണ്ട് സർക്കിളിൽ പറയാം. പക്ഷെ ഒരു പോസ്റ്റിലാണെങ്കിലും അണ്ണൻ പറഞ്ഞതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ അണ്ണൻ ഇങ്ങനെ ചോദിക്കാം, എടേ ഇവരൊക്കെ പെണ്ണ് കിട്ടുന്നല്ലോടെ നമുക്ക് കിട്ടുന്നില്ലല്ലോടെ എന്നുള്ള സാധനം പറയാം. പക്ഷെ ഇവൻ ഇത്ര ചാമിങ് ആണോ ഇവന് കിട്ടാൻ എന്നുള്ളൊരു ആ ഒരു സാധനം അതെനിക്ക് എന്തോ ചാമിങ് ആയവർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ, അങ്ങനൊരു സൈഡ് ഇതിനുള്ള പോലെ എനിക്ക് തോന്നിയാണ്. എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ പറയുന്നത്, ഡോണ്ട് ഫീൽ ബാഡ്. പിന്നെ ഷാസത്തിനെ നല്ല രീതിയിൽ മറ്റേ അടിച്ച് തകർത്താൻ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ വരുന്നു, സിനിമയിൽ ഇടുന്നു, സിനിമയുടെ റിവ്യൂ നടക്കുന്ന സ്ഥലത്തൊക്കെ പറയുന്നു എന്നുള്ള കാര്യം ഷാസം പറയുന്നുണ്ട്. എനിക്ക് അതിന്റെ ജെനുവിനിറ്റി എത്രത്തോളം ആണെന്ന് അറിയില്ല. എന്നാൽ ബാക്കിയും കൂടെ കേക്ക്, കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്, എന്നിട്ട് ഞാൻ പറയാം. അപ്പോൾ ഞാൻ ഇത് ഇപ്പോഴും ട്വിറ്ററിൽ ഇതിനെ പൊക്കിക്കൊണ്ട് വന്നിട്ട് ഒരു ട്വീറ്റ് ചെയ്തേക്കാണ്. അടുത്ത മറ്റേ ചെകുത്താൻ്റെ ഒരു സാധനം ഞാൻ റീട്വീറ്റ് ചെയ്തപ്പോൾ ചെകുത്താൻ അകത്തായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനം, അതായത് പട്ടാളക്കാർ നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ട, നമ്മളെ പ്രൊട്ടക്ട് ചെയ്യണം, നമ്മുടെ സ്വന്തം ഇന്ത്യൻ ആർമിയെ ചീത്ത വിളിച്ചതിനും അവർ മണ്ടന്മാരാണെന്നും പറഞ്ഞത് കൊണ്ടാണ് ചെകുത്താനെ പിടിച്ച് അകത്തിട്ടത്. അത് ഞാനും ഓക്കെ അടിക്കും. അപ്പോൾ ആ ഒരു സാധനം റീപോസ്റ്റ് ചെയ്തിട്ട് ഒരുത്തം താഴെ അണ്ണ ശ്രദ്ധിച്ചോ അല്ലെങ്കിൽ ഇതിനും കേസ് വരുമോ എന്ന്. അപ്പോൾ ഞാൻ എൻ്റെ ചോദിച്ചു, ഞാൻ എന്ത് തെറ്റാണ് ഇതിൽ പറഞ്ഞേക്കുന്നത്, ഞാൻ എന്താണ് ഇതിൽ തെറ്റ് പറയുന്നത്, നിങ്ങൾ തന്നെ പറ. ആദ്യം സമാന്ത ഇപ്പോൾ ശോഭിത അത്രയ്ക്ക് റിസ് പ്രോ മാക്സ് ആണോ എന്ന് ചോദിക്കുന്നത് എവിടെയാണ് മോശം? ഇത് മെയിൻലി ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അതിനെ മറ്റേ ആ വാക്കിനെ ചുറ്റി മാറ്റി നൈസായിട്ട് അവിടെ കണ്ട അവൻ പറയണ എല്ലാം പൊട്ടത്തെറ്റാണ്, അവൻ പറയണ എല്ലാം മണ്ടത്തരമാണ്. ഈ സാധനം ഒരു 10 പേരിലോട്ട് അടിച്ച് കയറ്റിട്ട് ആ 10 പേര് 100 ആവും, 100 1000 ആവും, അങ്ങനെ ആക്കി നൈസായിട്ട് നമ്മുടെ ഇത് കുറയ്ക്കാനായിട്ടുള്ള ഒരു പരിപാടിയാണ് ഇറങ്ങുന്നത്. ഇത് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സിനിമയുടെ ഒപ്പീനിയൻ പറയുന്നത് ഷാസം പറയുന്നതിനകത്ത് ആ ഒരു കാര്യത്തിനകത്ത് ഭയങ്കര ഒരു കഴമ്പുള്ള കാര്യം കേട്ടോ. കാരണം പ്രത്യേകിച്ച് ഈ ഒരു ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ യൂട്യൂബിൽ നിൽക്കുന്ന ഒരാളെയൊക്കെ തകർക്കാനായിട്ട് ഒരുപാട് ആളുകൾ ഒരുപാട് പരിപാടികൾ സൈഡിൽ കൂടെ നടത്തും. ഉറപ്പാണ് നിങ്ങൾക്ക് ചിലപ്പം വീഡിയോ കാണുന്ന എത്ര പേർക്ക് അത് അറിയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ട്. സോ അത് ആ വ്യക്തിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. ഈ ഒരു സാധനം കാണുമ്പോഴത്തേക്ക് ഒരുപാട് പേര് വന്ന് കമന്റ് ഇടുന്നു. അതുപോലെ തന്നെ ഷസാം കുറച്ച് കമന്റ്സ് കാണിക്കുന്നുണ്ട്, സെയിം കോപ്പി പേസ്റ്റ് വെച്ചിരിക്കുന്ന കമന്റ്സ്, അത് ഒക്കെ ഷസാം കാണിക്കുന്നുണ്ട്. അതും കൂടി ഒന്ന് കാണും. സമയത്തും ഒരേ ടൈപ്പ് ഓഫ് ആൾക്ക് ഒരേ മെസ്സേജാണ് എല്ലാ എണ്ണത്തിൻ്റെ താഴെയും വരും. ഞാൻ കാണിച്ചു തരാം. ഈ പോസ്റ്റ് ഇട്ടതിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു നിനക്ക് എത്ര കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞ ഡയലോഗാണ്, ജ്ഞാപകത്തിൻ്റെ അത്രയൊന്നും എനിക്ക് കിട്ടി. ഒരുത്തന്മാർ ഇപ്പോഴത്തെ ജ്ഞാപകത്തിലാണ് പിടിച്ചേക്കുന്നത്, അതായത് വരുത്തി തീർക്കുകയാണ്. നമുക്കിഷ്ടപ്പെട്ട പടം പൊട്ടപ്പടമാണ് എന്ന് വരുത്തി തീർക്കുന്ന ലെവൽ ഓഫ് സാധനമാണ് ഇവർ ഈ കാണിക്കുന്നത്. ഞാനിത് ആദ്യം കോക്കിൻ്റെ ഇതാണേ, കണ്ടില്ലേ, സെയിം ആൾ ഇങ്ങനത്തെ ഒരു ഇത് ഇട്ടിട്ടുണ്ട് ഒരു സാധനം. വേറെ ഒരു ചാനലിലും ഇതേ ആള് സെയിം കമൻറ്റ് ഇട്ടിട്ടുണ്ട്. കാര്യം മനസ്സിലായില്ലേ? ഇത് പെയ്ഡാണ്, ഇതൊരു പെയ്ഡ് അറ്റാക്കാണ്. സോ ജ്ഞാപകത്തിന്റെ അത്രയും കാശൊന്നും കിട്ടിയിട്ടില്ല. ഷാസം നേരത്തെ കമന്റ് റിപ്ലൈ കൊടുത്തപ്പോൾ ഷാസമിന് വന്ന ഒരു മറുപടിയാണ്, ജ്ഞാപകത്തിന്റെ അത്ര ചേട്ടന് കിട്ടിയ അത്രയും നമുക്ക് കിട്ടിയിട്ടില്ല ചേട്ടാ എന്നുള്ളത്. സംഗതി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ജ്ഞാപകം നിങ്ങൾക്ക് കുറെ പേർക്ക് മനസ്സിലായി കാണും, മനസ്സിലാവാത്തവർക്ക് വേണ്ടി വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന ഒരു വിനീത് ശ്രീനിവാസൻ ചിത്രം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്. അപ്പൊ അതിനെ ഷസാം റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷസാം റിവ്യൂ ചെയ്തതിനകത്ത് എനിക്ക് എന്റെ പേഴ്സണലാണ് കേട്ടോ ഞാൻ പറയുന്നത്, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടാതെ പോയൊരു റിവ്യൂ ഈ ഒരു പടത്തിന്റെ മാത്രമായിരുന്നു ഷസാം ചെയ്തത്. അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാൻ ലൈക്ക് ഒരുപാട് സിനിമകളെ റിവ്യൂ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഷസാം. ഷസാമിന്റെ മാൻ പ്രോപ്പറായിട്ട് പുള്ളി ഓരോ സിനിമയും റിവ്യൂ ചെയ്യുന്ന എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ ഈ ഒരു സിനിമയിലേക്ക് വന്നപ്പോൾ അത് അത്രയ്ക്ക് പ്രോപ്പറായിട്ടാണോ ചെയ്തതെന്നുള്ളൊരു സംശയം എനിക്കുണ്ടായിരുന്നു. കാരണം ഈ സിനിമയിൽ അഭിനയിച്ച നമ്മുടെ ധ്യാൻ ശ്രീനിവാസന വ്യക്തി തന്നെ ഈ അടുത്ത് ഇന്റർവ്യൂകൾ കൊടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പടം അത്ര ഗുമ്മില്ലായിരുന്നു എന്നുള്ള കാര്യം
പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെല്ലാവരും പോയി നോക്കിയാൽ മതി. അതിൽ അഭിനയിച്ച ഒരു വ്യക്തിയാണ് പറയുന്നത് അത്രയും ഒരു ഗുമ്മില്ലായിരുന്നു ആ പടം. അതേപോലെ തന്നെ എന്തിന് ഈ റിവ്യൂവേഴ്സ്, ഇപ്പൊ കോക്കാണെങ്കിലും ശരി, ആ പടത്തിനെ പറ്റി നല്ലതാ പറഞ്ഞത്. എന്നാൽ ജനങ്ങൾ നോക്കുമ്പോഴത്തേക്ക് ജനങ്ങൾ എല്ലാവർക്കും ആ പടം ഒരേപോലെ ഇഷ്ടപ്പെട്ടു എന്ന് പറയാൻ പറ്റില്ല. ഞാൻ ആ പടത്തിന്റെ നമ്മുടെ ധ്യാനും വിനീതേട്ടനും എല്ലാവരും വന്ന പടം ഇറങ്ങി അന്ന് വൈകുന്നേരം 7 മണിക്കത്തെ ഷോയ്ക്കാന്ന് തോന്നുന്നു നമ്മുടെ ഫോറം മാളിൽ എറണാകുളത്ത് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഷോ കണ്ടില്ല. അവരൊക്കെ ഉണ്ടായിരുന്നു, വിനീതേട്ടനൊക്കെ ഉണ്ടായിരുന്നു. നമുക്കപ്പോൾ ബൈറ്റും വേറെ കുറച്ച് പ്രസിന്റെ കുറച്ച് കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മൾ അതിന്റെ പുറകെ പോയി. അത് കഴിഞ്ഞ് ഇവരുടെ ഒരു ചെറിയൊരു കുഞ്ഞു പ്രസ് മീറ്റ് പോലെ തന്നെ ഫോറത്തിനകത്ത് തിയേറ്ററിനകത്ത് വെച്ച് തന്നെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് രാത്രിയിലത്തെ ഷോയ്ക്ക്, കാരണം നല്ല കുറെ പേരുടെ നല്ല റിവ്യൂ എല്ലാം കേട്ടിട്ട് രാത്രി 11:55 ഷോയ്ക്ക് കവിതയിൽ ഞാനും എൻ്റെ സുഹൃത്തും കൂടെ പോയി പടം കണ്ടു. ഉറക്കമളിച്ച് പോയി ഇരുന്ന് പടം കണ്ടു. സത്യം പറയാലോ, എനിക്ക് നല്ല ലാഗ് ഫീൽ ചെയ്തു. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ പെർസ്പെക്റ്റീവാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ഞാൻ വേറെ ചിലപ്പോൾ എൻ്റെ കുഴപ്പമായിരിക്കും, എനിക്ക് പിടിക്കാഞ്ഞായിരിക്കും, വിട്ടുകളാം. കാരണം ഇവരെല്ലാവരും അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഷാസത്തിന്റെ കാണുന്നു, കോക്കിന്റെ കാണുന്നു, വളരെ നല്ല സിനിമയാണെന്ന് പറഞ്ഞു. എന്നാൽ ഈ അടുത്ത് നമ്മുടെ ധ്യാൻ ചേട്ടൻ, എനിക്ക് ആ സമയത്ത് തോന്നി എന്താണെന്നറിയോ, ഞാൻ കണ്ടതിൽ വെച്ച് വിനീത് ശ്രീനിവാസൻ ചിത്രത്തിലെ ഏറ്റവും മോശമായിട്ടുള്ള ഒരു ചിത്രമായിട്ടാണ് എനിക്ക് ആ പടത്തിനെ തോന്നിയത്. ഈ അടുത്ത് ധ്യാൻ ചേട്ടൻ തന്നെ പറഞ്ഞു അത്ര ഗുമ്മില്ലാത്തൊരു സിനിമയാണെന്ന്. അപ്പോൾ അങ്ങനെയുള്ളൊരു സിനിമയൊക്കെ എന്തിന് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട്, എനിക്കതായിരുന്നു ഡൗട്ട് വന്നത്, ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് പല സിനിമയും റിവ്യൂ ചെയ്ത് കൊടുക്കുന്ന, നല്ല ഊക്ക് കൊടുക്കുന്ന ഷാസം ബ്രോ എന്തിനാ പടത്തിന് എനിക്കറിയില്ല. അപ്പം പുള്ളി തന്നെ പറയുന്നുണ്ട്, പുള്ളിയുടെ പെർസ്പെക്റ്റീവ് ചിലപ്പോൾ അത് നല്ലതായിരുന്നായിരിക്കാം. പക്ഷെ ചില ചേട്ടന്മാർ അന്ന് തൊട്ടേ പറയുന്നുണ്ട് ഈ ഷാസമൊക്കെ കാശ് മേടിച്ചാണ് ആ പടത്തിനെ മറ്റേ പ്രൊമോട്ട് ചെയ്തെന്നുള്ളൊരു സാധനം പറയുന്നുണ്ടായിരുന്നു. അപ്പം ഷാസം ഈ വീഡിയോയിൽ ചോദിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഞാനും ചോദിക്കുകയാണ്, ഈ പറയുന്നവന്മാർ ആരെങ്കിലും കണ്ടോ ഷാസം എന്ന് പറയുന്ന വ്യക്തി കാശ് മേടിച്ച് ഈ ഒരു പരിപാടി, കാശ് ഇവനെയൊക്കെ വിളിച്ച് പറഞ്ഞു, എടാ മക്കളെ ഞാൻ എന്റെ കാശ് മേടിച്ചിട്ടുണ്ട് കേട്ടോ, റിവ്യൂ ചെയ്യാൻ പോവുക, എന്റെ അക്കൗണ്ട് എടുത്ത് നോക്കിയാൽ മതി, സ്റ്റേറ്റ്മെന്റ് കിടപ്പുണ്ട്, ഇത്ര രൂപ 2 ലക്ഷം രൂപ മേടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആരുടെക്കെങ്കിലും പറഞ്ഞു? എന്റെ ചോദ്യം അതാണ്, ആരുടെക്കെങ്കിലും പറഞ്ഞു? നമുക്ക് സംശയം ഉന്നയിക്കാം. സംശയം, എനിക്കിപ്പോൾ വേണമെങ്കിൽ സംശയം പറയാം, ചിലപ്പോൾ കാണുമായിരിക്കും എന്ന് പറയാം. അല്ലാതെ അവൻ മേടിച്ചു എന്ന് പറയണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും തെളിവ് കണ്ടിട്ടുണ്ടായിരിക്കണം. ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് എനിക്ക് പേഴ്സണലി ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് തോന്നുന്നില്ല അങ്ങനെ കാശ് മേടിച്ച് പണിയുന്ന ഒരാളാണ് ഷസാം എന്ന്. ഞാൻ പലപ്പോഴും പുള്ളിയുടെ വീഡിയോ കാണുമ്പം പുള്ളിയായിട്ടാണ് ഇത് ചെയ്യുന്നത്, പല കാര്യങ്ങളും പറയുന്നത്, അതിനകത്തൊരു ആക്ട് ഒന്നുമില്ല. ലൈക്ക് ജെന്യുവിൻ ആയിട്ടൊരു പേഴ്സണായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഷാസം എന്ന് പറയുന്ന ഒരു വ്യക്തിയെ. സോ അങ്ങനെ ഒരു വ്യക്തി പടത്തിന്റെ കാര്യത്തിൽ പുള്ളിക്ക് ഒരു അബദ്ധം പറ്റിക്കാണ്, ഞാൻ അങ്ങനെ പറയുന്നുള്ളൂ. എന്നാൽ കാശ് മേടിച്ചിട്ട് പുള്ളിയെ പ്രൊമോട്ട് ചെയ്തു എന്നുള്ളൊരു സാധനം എനിക്ക് പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഞാനത് പറയില്ല, എനിക്കത് തോന്നിയിട്ടില്ല. അങ്ങനെയാണ് ഷസാം ആ ഒരു പടത്തിനെ പ്രൊമോട്ട് ചെയ്തതെന്ന്. ഇല്ലെങ്കിൽ നാളെ തെളിയട്ടെ. ഷസാം തന്നെ പറയുന്നുണ്ട്, നീയൊക്കെ ഞാൻ കാശ് മേടിച്ചത് എന്റെ അക്കൗണ്ട് വഴി ആയിരിക്കത്തില്ലേ, കൊണ്ടുപോവാ തെളിയിക്ക് ഞാൻ കാശ് മേടിച്ചത്. അത്രേ ഉള്ളൂ, ഞാനും അത്രേ ചോദിക്കുന്നുള്ളൂ. ഷസാം കാശ് മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് തെളിയട്ടെ, പുറത്ത് വരട്ടെ, അപ്പൊ നമുക്ക് ഷസാമിനെ കുത്താം. അല്ലാതെ വെറുതെ ഇപ്പോഴും വന്നിട്ട് നീ ജ്ഞാപകത്തിന്റെ കാശ് മേടിച്ചില്ലേ എന്ന് പറയുന്നതിനോട് എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോ എന്തൊക്കെ പറഞ്ഞാലും ഐ കാൻ ഡു ദാറ്റ്. അതെന്നെ കൊണ്ട് നടക്കുന്ന കേസല്ല, ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് തോന്നുന്നുമില്ല ആ വ്യക്തി അങ്ങനെ ചെയ്യുമെന്ന്. ബാക്കി ഞാൻ ആൾക്കാരെ വാ പൊത്തി വെക്കുക എന്നുള്ളത്. പിന്നെ വേറൊരു കാര്യം എനിക്ക് സിനിമാക്കാരുടെ അടുത്ത് പറയാനുള്ളത്, ഒരു സിനിമ കണ്ടിട്ട് അതും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ഈ ഇന്ത്യ മഹാരാജ്യത്തിലുണ്ട്. നിങ്ങൾ ആരെയും പേടിപ്പിച്ചിട്ട് ഒരു കാര്യവുമില്ല. നമ്മൾ പേഴ്സണലി ഒരു നടനെയോ നടിയോ സംവിധായകനെയോ നിർമ്മാതാവിനെയോ ഒക്കെ മോശം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ റൈറ്റും ഉണ്ട് നമ്മുടെ വാടപ്പിക്കാനോ ഇതുപോലെ പിടിച്ച് ജയിലിടാനോ. നമ്മൾ മോശം പറഞ്ഞാൽ ഇല്ലാത്ത കാര്യം പറയുക, ചീത്ത വിളിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ധൈര്യമായിട്ട് നിങ്ങൾ കൊണ്ട് കേസ് എടുത്തു. നമ്മൾ കാശ് മേടിച്ചിട്ടാണ് ഈ ഒരു ക്യാമറയിൽ പൊക്കി മറ്റേ ഫ്രണ്ടിൽ ഓൺ ചെയ്ത് വെച്ചിട്ട് നമ്മൾ സിനിമയെ മനഃപൂർവ്വം മോശം പറയുന്നു എന്നുള്ളൊരു പ്രൂഫും നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കേസ് കൊടുക്കണമേ. എനിക്കൊരു വിഷയമില്ല, കൊടുക്ക്, നിങ്ങൾക്ക് അറിയാമെങ്കിൽ കൊടുക്ക്. നിങ്ങൾ തന്നെ പല ഇൻ്റർവ്യൂവിലും വന്ന് പറയുന്നില്ലേ ഇവൻ കാശ് മേടിക്കുന്നു, എനിക്കറിയാം, പക്ഷെ ഞാൻ പറയുന്നില്ല. പറയണം, കാശ് മേടിക്കുന്നവൻ്റെ പേരും നാളും അവൻ്റെ അഡ്രസ്സും പറഞ്ഞ് കൊടുക്കടേ, നമ്മളും അറിയട്ടെ. നിങ്ങൾ ഈ പറയുമ്പം ഇൻഡയറക്ട്ലി നമ്മളെയൊക്കെയാണ് വിരൽ ചൂണ്ടുന്നത്. അത് വേണ്ട. കുറച്ചെങ്കിലും ഇവിടെ താഴെ ഒരു സാധനത്തിന് ബലം ഉണ്ടെങ്കിൽ, സാമാന്യത്തിന് ബലം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് പറയണം, ഇന്ന യൂട്യൂബ് ചാനൽ ഇത്ര രൂപ മേടിച്ചിട്ടാണ് റിവ്യൂ ഇടുന്നത്, പെയ്ഡാണ്, ഡീഗ്രേഡിങ് ആണെന്ന്. അതല്ലാതെ ആ വാക്കുകൾ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചും കണ്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് ഞാൻ പറഞ്ഞത് ഇപ്പം എനിക്ക് ഇത് മനസ്സിലായി. ഞാൻ ചൈതന്യര ഇവിടെ മോശം പറയാത്തവന്മാരാടെ നീയൊക്കെ, ഈ ട്രോൾ പേജും മറ്റേ ഈ മീം ഉണ്ടാക്കണവന്മാരെ നീയൊക്കെ എന്തോടെ തങ്കക്കൂടോ ഇപ്പം സ്വർഗത്തിൽ നിന്ന് പോയി കെട്ടിയെടുത്തേ ഉള്ളാടെ നീയൊക്കെ. നീ ഒന്നും മോശം പറയാറില്ലേ, നീ ഒന്നും ആരെയും കുറ്റം പറയാറില്ലേ, നീയൊക്കെ നിന്റെ ജീവിതം നോക്കിയാണോ നടക്കുന്നത്? അല്ലല്ലോ. കേട്ടല്ലോ, നല്ല
കൊടുത്തിട്ടുണ്ട് അണ്ണൻ ലാസ്റ്റ്. ആൻഡ് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ, അണ്ണൻ ലാസ്റ്റ് എല്ലാം വ്യക്തമായിട്ട് കൊടുക്കുന്നുണ്ട്. ഈ പറയുന്ന ആരും അത്ര, ഞാൻ പറഞ്ഞില്ലേ, ഞാനാണെങ്കിൽ പോലും പണ്ട് ചെയ്തിട്ടില്ല, പക്ഷെ പബ്ലിക്കായിട്ട് വന്നിരുന്ന് ഇപ്പൊ അത് ചെയ്യാറില്ല കേട്ടോ. കമ്മിയാണ്. ഞാൻ അങ്ങനെ ചെയ്യാറില്ല, ഉള്ള കാര്യം ഞാൻ പറയുകയാണ്. കാരണം എന്തോ കുറച്ചുകൂടെ മെച്ചൂർഡ് ആയതുകൊണ്ടായിരിക്കാം. എന്നാണെങ്കിലും ഇപ്പൊ അങ്ങനെയുള്ള പരിപാടികൾ ചെയ്യാറില്ല. പണ്ട് പോസ്റ്റുകൾ വഴിയല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സുഹൃത്തുക്കളുടെ ഇടയ്ക്ക് നമ്മൾ ഇങ്ങനത്തെ പരിപാടികൾ സംസാരിക്കുമായിരുന്നു കൂടുതലായിട്ട്. എന്തുവാടാ കണ്ടോടാ, എന്താടാ ഇവനൊക്കെ കിട്ടുന്നുണ്ടല്ലോ, ഇങ്ങനെയുള്ള സാധനങ്ങൾ സംസാരിക്കുമായിരുന്നു. ഇപ്പം അണ്ണം പറയുന്ന പോലെ തന്നെ ട്രോളുകൾ വരാറുണ്ട്. ഇപ്പം ഞാൻ അധികം ഈ നാഗചൈതന്യയുടെ കേസ് കണ്ടില്ല, പക്ഷെ എന്നാലും ഇങ്ങനെ കല്യാണം കഴിക്കുന്നവരെയൊക്കെ വെച്ച് പരിപാടികൾ ഇവിടെ ട്രോളന്മാർ ഉൾപ്പെടെ ചെയ്യുന്നുണ്ട്. അതിനകത്തൊന്നും ആർക്കും വലിയ പ്രശ്നമില്ല. അതൊക്കെ മറ്റേ കണ്ട് ചിരിച്ചങ്ങ് പോവാം. ഇതിപ്പോ ഈ വ്യക്തി പറഞ്ഞപ്പോഴത്തേക്കാണ്, അല്ലെങ്കിൽ ആ വ്യക്തി ആ ഒരു പോസ്റ്റർ ഇട്ടപ്പോഴത്തേക്കാണ് കുറെ പേർക്ക് പ്രശ്നം. അത് ഒരു ടൈപ്പ് ഓഫ് കണ്ണുകടി എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ സിനിമയുടെ കേസിൽ എണ്ണം പറയുന്നത് റിവ്യൂ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. കാശ് മേടിച്ചിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ വിത്ത് പ്രൂഫ് കൊണ്ട് കേസ് കൊണ്ടുവെക്കുക. പെടട്ടെ, എല്ലാവരും പെടട്ടെ. ഇല്ലെങ്കിൽ അണ്ണൻ പറഞ്ഞ കണക്കാൻ അണ്ണനെ പോലുള്ളവരുടെ നെഞ്ചത്തോട്ടാരും, അശ്വന്ത് കോക്കിന്റെ നെഞ്ചത്തോട്ട് എല്ലാം കാശ് മേടിച്ചിട്ടല്ലേ. പ്രത്യേകിച്ച് ഞാൻ ഈ ഒരു സിനിമയുടെ കാര്യത്തിൽ, വർഷങ്ങൾക്ക് ശേഷം എന്നുള്ള സിനിമയുടെ കാര്യത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്, ഇവരെ എല്ലാവരും കാശ് മേടിച്ചിട്ടാണ്. അതിനകത്ത് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ ഒരിക്കലും അത് കാശ് മേടിച്ചിട്ടാണെന്നുള്ളൊരു കേസ് ഞാൻ പറയില്ല. പക്ഷെ അവരുടെ റിവ്യൂ അതിനകത്ത് ആ ഒരു സിനിമയുടെ, പിന്നെ അറ്റ്ലാസ് പുള്ളി പറയുന്ന കണക്കിന് ഓരോരുത്തർക്കും ഓരോ പെർസ്പെക്റ്റീവ് ഉണ്ട്, അത് സമ്മതിക്കണം. പക്ഷെ അപ്പോഴും എനിക്ക് സംശയം തോന്നിയുള്ളൂ. കാരണം ഷാസം എന്നൊക്കെ പറയുന്നത്, ഷാസം ഓരോ പടത്തിലെയും അത്ര പെർഫെക്റ്റ് ആയിട്ട് കണ്ട് റിവ്യൂ ചെയ്ത് ഓരോ പോയിന്റ് പറഞ്ഞ് അതിന്റെ ആർട്ട് വൈസും ഒരാളുടെ മേക്കപ്പിനെ വരെ അത്രയും വിട്ടെടുത്ത് സംസാരിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ പടത്തിൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് സീരിയസ്ലി എനിക്കൊരു ഇത്തിരി ഡൗൺ ഉണ്ടായിരുന്നു. ഷാസം ബ്രോ ഡോണ്ട് ഫീൽ ബാഡ്. ഞാൻ നേരത്തെ പറഞ്ഞ കണക്കിന് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് ആണ് കേട്ടോ. നിങ്ങളോട് ഞാൻ പറയുകയാണ്, ഇത് എൻ്റെ പെർസ്പെക്റ്റീവ് ആണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ ആ വ്യക്തിയെ ഒരിക്കലും എനിക്ക് നല്ല, ഞാൻ പറഞ്ഞില്ല ഇങ്ങനെയൊക്കെ എങ്ങനെ അവനെ ഇഷ്ടപ്പെടാതിരിക്കും. അവരെ സംസാരം നിങ്ങൾ കേട്ടില്ലേ, നമുക്ക് ആ വ്യക്തിയോട് ഇഷ്ടം തോന്നും. സോ എനിക്കും അങ്ങനെ ഇഷ്ടമാണ് ആ വ്യക്തിയെ. പക്ഷെ എന്നാലും എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് എനിക്ക് പറയണമെന്ന് തോന്നി. ആൻഡ് ഈ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ ബ്രോ, എനിക്കതങ്ങോട്ട് നിങ്ങൾ ആ ഒരു, ഞാൻ ആദ്യമേ പറഞ്ഞു, ഇപ്പൊ വീണ്ടും അത് പറഞ്ഞ് എനിക്ക് വെറുപ്പിക്കാൻ താല്പര്യമില്ല. ചാമിങ് ആയവർ മാത്രം ഇവിടെ, അല്ലെങ്കിൽ ചാമിങ് ആയതുകൊണ്ട് അയാൾ രണ്ടാമത് കെട്ടുന്നു, അങ്ങനെയുള്ള ദാറ്റ്സ് നോട്ട് ഗുഡ് എന്ന് എനിക്ക് തോന്നി, ഞാൻ പറയുന്നു. ഓക്കെ, അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ കോപ്പിറൈറ്റ് ചിലർക്കൊന്നും പിടിക്കുന്നില്ല ഞാൻ പറയുന്നത്, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് സ്ഥിരം കാണുന്നവരോട്. അതുകൊണ്ടുള്ള കോപ്പിറൈറ്റ് സ്ട്രൈക്കുകളൊക്കെ എനിക്ക് അടിച്ച് കിടക്കുന്നതുകൊണ്ടാണ് തോന്നുന്നു. വീഡിയോയ്ക്കൊന്നും റീച്ച് പോരടേ, അതുകൊണ്ടൊരു പുള്ളിങ്ങനെ നിങ്ങളൊക്കെ ഒന്ന് പറ്റുമെങ്കിൽ ഷെയർ ചെയ്ത് സഹായിക്കും. ഓക്കെ.